भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അലിയാ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാ, ഭാഗവതത്തിൽ അലിയാ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാ, ഭാഗവതത്തിൽ അലിയാ. ഭാഗവതത്തിൽ അലിയാ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭവഭയമപഹന്തും ജ്ഞാനവിജ്ഞാനസാരം നിഗമകൃതുപജഹ്രേ ഭൃംഗവദ്വേദസാരം. അമൃതമുദധിതശ്ചാപായയൽ ഭൃത്യവർഗാൻ പുരുഷമൃഷഭമാദ്യം കൃഷ്ണസംജ്ഞം നതോസ്മി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 855 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഏകാദശ സ്കന്ധം 23 അധ്യായത്തിലെ ദ്വിജഗീതയാണ് നമ്മൾ വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 28 ശ്ലോകം, 23 അധ്യായത്തിൽ 28 ശ്ലോകം കൊണ്ട് നമ്മൾ ആരംഭിക്കുകയാണ്. നൂനം മേ ഭഗവാൻ സ്തുഷ്ട സർവദേവമയോ ഹരി യേന നീതോ ദശാമേതാം നിർവേദശ്ചാത്മനപ്ലവ. മേ ഭഗവാൻ സർവദേവമയഃ ഹരി തുഷ്ട. എൻ്റെ നേരെ ഭഗവാനായും സകല ദേവസ്വരൂപനായിരിക്കുന്ന ആ ഹരി, ശ്രീഹരി മഹാവിഷ്ണു സന്തോഷിച്ചിരിക്കുന്നു. നൂനം ഉറപ്പ്. ഏന ഏതാം ദശാം, ആരാളാണോ എനിക്ക് ഇങ്ങനൊരവസ്ഥയുണ്ടായത്, നീതഃ പ്രാപിക്കപ്പെട്ടത്, നിർവേദ ആത്മനഃ പ്ലവ, വിഷയവൈരാഗ്യം. നിർവേദം എന്നുള്ളത് ആത്മാവിന് തോണി പോലെയാണ് എന്നാണ്. ഈ സംസാര സമുദ്രം കടക്കാനുള്ള തോണിയാണ് വൈരാഗ്യം എന്ന് പറയുന്നു. വിവേകമുണ്ടായപ്പോൾ പറയുകയാണ്, സംസാര സമുദ്രത്തിൽ മുങ്ങിക്കിടക്കുന്ന ആത്മാവിന് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തോണി അത് വിഷയവൈരാഗ്യമാണ്. അതുണ്ടാകുന്നത് എങ്ങനെയാണ്? ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ്. ഭഗവാൻ എന്നിൽ സന്തോഷിച്ചിരിക്കുന്നു, അതുകൊണ്ടാണ് എനിക്കിപ്പോൾ വിഷയവൈരാഗ്യം ഉണ്ടായത്. അല്ലാതെ എൻ്റെ നൈപുണ്യമല്ല, ആ ശ്രീഹരിയുടെ കാരുണ്യം മാത്രമാണ്. എൻ്റെ കഴിവല്ല, ഭഗവാന്റെ കനിവാണ് എന്ന് തിരിച്ചറിയാണ് ഇവിടെ ബ്രാഹ്മണൻ. സോഹം കാലാവശേഷേണ ശോഷയിഷ്യേംഗമാത്മന അപ്രമത്തോഖില സ്വാർത്ഥേ യദി സ്യാൽ സിദ്ധ ആത്മനി സാ അഹം, ആ ഞാൻ, യദി സ്യാൽ ആയുസ്സുണ്ടെങ്കിൽ, കാലാവശേഷേണ ഇനിയുള്ള ബാക്കി കാലം കൊണ്ട്, ആത്മനി സിദ്ധ മനസ്സിൽ സന്തോഷിച്ചിട്ട്,
അഖില സ്വാർത്ഥേ, എൻ്റെ എല്ലാ കാര്യത്തിലും അപ്രമത്ത ജാഗരൂകനായി ആത്മനഃ അംഗം ശോഷയിഷ്യേ, എൻ്റെ ശരീരത്തെ ഞാൻ ശോഷിപ്പിക്കും. ഭഗവത് കാരുണ്യത്താൽ വിഷയവൈരാഗ്യമൊന്നും എനിക്ക് ഇനി ഞാൻ എത്ര കാലം ജീവിച്ചിരിക്കുന്ന എനിക്കറിയില്ല. മറ്റൊന്നിലും ആഗ്രഹമില്ലാതെ ആത്മാവിൽ തൃപ്തനായി ജന്മസാഫല്യത്തെ നൽകുന്ന ഭഗവാന്റെ കീർത്തനങ്ങൾ പാടിയും ഭഗവത് പൂജകളൊക്കെ ചെയ്തും സത്കർമ്മങ്ങളിൽ ശ്രദ്ധിച്ചും കൊണ്ട് ഈ ശരീരം നിലനിൽക്കുന്നിടത്തോളം കാലം ഞാൻ കഴിയും. അവസാനം അത് ഉപേക്ഷിക്കുകയും ചെയ്യും. ശരീരരക്ഷയല്ല, ആത്മരക്ഷയാണ് ഇനിയുള്ള എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. തത്ര മാമനുമോദേരൻ ദേവാസ്ത്രിഭുവനേശ്വര മുഹൂർത്തേന ബ്രഹ്മലോകം ഘട്വാംഗ സമസാധയൽ. ഘട്വാംഗന്റെ കഥ ഓർമ്മിക്കുകയാണ്. തത്ര അതിൽ ത്രിഭുവനേശ്വരാഹ, 3 ലോകത്തിൻ്റെയും അധിപന്മാരായ ദേവന്മാർ മാം അനുമോദേരൻ, അവരെന്നിൽ അനുമോദിക്കട്ടെ, അവരെന്നെ അനുഗ്രഹിക്കട്ടെ. ഘട്വാംഗ, ഘട്വാംഗൻ മുഹൂർത്തേന ബ്രഹ്മലോകം സമസാധയൽ, ഒരു മുഹൂർത്തം കൊണ്ട്, അല്പസമയം കൊണ്ട് ഈശ്വരകാരുണ്യം നേടിയിട്ടുണ്ട്. ഭഗവത് ധ്യാനം ചെയ്ത ആയുസ്സിൻ്റെ ബാക്കിയുള്ള ഭാഗം കഴിയാൻ എന്നെ ദേവന്മാര് അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ വാർദ്ധക്യായില്ലേ, ഇനി എന്താ സാധിക്കാൻ പോണത് എന്ന ഭയം ഇല്ല എന്നാണ്. കാരണം പറ്റുന്നിടത്തോളം അവരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ സാധിക്കും. കാരണം ഘട്വാംഗന് ഒരു മുഹൂർത്ത സമയം കൊണ്ട് ബ്രഹ്മലോകത്തിലേക്ക് എത്താൻ സാധിച്ചു. താൻ വൃദ്ധനായി എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട. ആ വൃദ്ധനിലും വൃദ്ധി ഉണ്ടാക്കാൻ ഭഗവാന്റെ കാരുണ്യത്തിന് സാധിക്കും. അതുകൊണ്ട് ഇനിയുള്ള കാലം ഭഗവാനെ മാത്രം വിചാരിച്ചിരിക്കും. അങ്ങനെ എനിക്ക് സദ്ഗതി അടയാൻ സാധിക്കും. ഇത്യഭിപ്രേത്യ മനസാ ഹ്യാവന്ത്യോ ദ്വിജസത്തമ ഉന്മൂല്യ ഹൃദയഗ്രന്ഥീൻ ശാന്തോ ഭിക്ഷുരഭൂന്മുനി. ഇതി മനസാ അഭിപ്രേത്യ, മനസ്സുകൊണ്ട് ഉറപ്പിച്ചിട്ട്, മുനി ആലോചനാശീലൻ മനനശീലനായിരിക്കുന്ന മുനി, ശാന്ത ശാന്തനായി വിഷയങ്ങളിലുള്ള ആഗ്രഹമില്ലാത്തവനായി, ആവന്ത്യ ദ്വിജസത്തമ അവന്തി ദേശത്തിൽ ജനിച്ചവനായ ആ ബ്രാഹ്മണ ശ്രേഷ്ഠൻ. ഈ ചിന്ത വന്നപ്പോൾ ഭഗവാൻ പറയാണ് ബ്രാഹ്മണ ശ്രേഷ്ഠൻ എന്ന് തന്നെയാണ് പറയുന്നത്. ഹൃദയഗ്രന്ഥീൻ ഉന്മൂല്യ, ഞാനെന്നും എൻ്റേതെന്നുമുള്ള ആ വിചാരങ്ങളെ വേരറുത്തിട്ട് ഭിക്ഷു അഭൂത്, ഭിക്ഷുവായി തീർന്നു. അതുകൊണ്ട് ആദ്യം ദ്വിജഗീതയാണ്, പിന്നെ 32ാമത്തെ ശ്ലോകം മുതൽ ഭിക്ഷുഗീതയാണ് അല്ലേ. ആദ്യം ബ്രാഹ്മണനായിട്ട് പാടുന്നു, ഇപ്പൊ ഭിക്ഷുവായിട്ട് പാടുന്നു. ന്യായമായ ആലോചനാശക്തി ഉണ്ടായപ്പോൾ അനിത്യമായ സുഖത്തിൽ ആസക്തിയില്ലാതെയായി തീർന്ന ബ്രാഹ്മണൻ ദേഹത്തിൽ താനെന്നും ദേഹവുമായി ബന്ധപ്പെട്ടതൊക്കെ തൻ്റേതെന്നുമുള്ള അഹന്തയും മമതയും അതൊക്കെ ഉപേക്ഷിച്ചിട്ട് വാസനാബലത്തെ ഹൃദയത്തിൽ നിന്ന് അകറ്റി ഭിക്ഷുവായി മാറി. അതുകൊണ്ടാണ് ബ്രാഹ്മണ ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞത്. സചാരമഹീമേതാം സംയതാത്മേന്ദ്രിയാനില ഭിക്ഷാർത്ഥം നഗരഗ്രാമാനസംഗോ അലക്ഷിതോ വിശൽ. സ സംയതാത്മേന്ദ്രിയ, അവൻ മനസ്സ്, ഇന്ദ്രിയങ്ങൾ, പ്രാണൻ ഇവയൊക്കെ അടക്കി. ഏതാം മഹീം, ഈ ഭൂമിയെ ചചാര, ഈ ഭൂമിയിലൂടെ ചുറ്റി സഞ്ചരിച്ചു. അസംഗ, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? സംഘങ്ങളിൽ ആസക്തിയില്ല. അലക്ഷിത, അറിയപ്പെടാത്തവനായി. ഭിക്ഷാർത്ഥം, ഭിക്ഷയ്ക്ക് വേണ്ടി. നഗരഗ്രാമാൻ അവിശൽ, പട്ടണങ്ങളെയും ഗ്രാമങ്ങളിലേക്കൊക്കെ എത്തിച്ചേർന്നു. ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും പ്രാണവായുക്കളെയും ഒക്കെ വേണ്ട പോലെ അടക്കി. വിഷയവൈരാഗ്യമില്ല വന്നു. അങ്ങനെ ഒരിടത്തും ഉറച്ചിരിക്കാതെ നിത്യമായ സഞ്ചാരമാണ് നല്ലത്, എവിടെങ്കിലും ഇരുന്നാൽ ആ വസ്തുവിനോട് മമതയുണ്ടാവും എന്നുള്ളത് കൊണ്ട് ഭൂമിയിൽ ചുറ്റി സഞ്ചരിച്ചു. നമ്മൾ നാരദന്റെ കഥയൊക്കെ നേരത്തെ കേട്ടതാണ്. നാരദൻ അങ്ങനെയാണ്, ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുകയാണ്. അങ്ങനെ ഒന്നിലും ആശ വയ്ക്കാതെ, ആർക്കും ഇത് ആരാണെന്ന് പോലും അറിയാൻ സാധിക്കാത്ത തരത്തിൽ ഭിക്ഷ തേടിക്കൊണ്ട് സഞ്ചരിച്ചു. ഭിക്ഷ അന്നന്നൊക്കെയുള്ള ഭിക്ഷ, അത്രയേ ഉള്ളൂ. വിഷയങ്ങളെക്കുറിച്ചുള്ള വാസനയടങ്ങാൻ കാരണം എന്താ? മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും പ്രാണനെയും ജയിച്ചു എന്നാണ്.
അപ്പോൾ പ്രാണൻ അടങ്ങാത്ത മനസ്സും മനസ്സടങ്ങാത്ത ഇന്ദ്രിയങ്ങളും കാമങ്ങളെ അടക്കില്ല. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ എല്ലാം അടക്കത്തിന് കാരണം എന്താ? വിഷയവൈരാഗ്യം. അതിൻ്റെ സദ്ഭാവത്തിൽ ഇതൊക്കെ ഉണ്ടായിക്കൊള്ളുന്നതാണ്. അഭ്യാസം ആവശ്യമാണെങ്കിലും തീവ്ര വൈരാഗ്യം ഉണ്ടായാൽ കാലപ്പഴക്കമില്ലാതെ ബാക്കിയൊക്കെ വന്നു ചേരും. അതുകൊണ്ട് ഇത്രയും കാലം കേവലം ഒരു ക്ഷുദ്രനായി ജീവിച്ച ഇദ്ദേഹം വളരെ എളുപ്പത്തിൽ ഭിക്ഷുവായി തീർന്നു. അതുകൊണ്ടാണ് ബ്രാഹ്മണ രൂപത്തിൽ ബ്രാഹ്മണൻ എന്ന് പ്രത്യേകം അവിടെ സൂചിപ്പിച്ചത്. ഈ ലോകം മുഴുവൻ സഞ്ചരിച്ചു. തം വൈ പ്രവയസം ഭിക്ഷുമവധൂതമസജ്ജന ദൃഷ്ട്വാ പര്യഭവൻ ഭദ്ര ബഹ്വീഭി പരിഭൂതിഭി. ഉദ്ധവ, ഹേ പൂജ്യനായിരിക്കുന്ന ഉദ്ധവ, ഭദ്ര എന്ന് വിളിക്കുകയാണ്. പ്രവയസം, വയസ്സായ, അവധൂതം, മലിന വേഷം ധരിച്ച, തം ഭിക്ഷും, ആ ഭിക്ഷുവിനെ, അസജ്ജനാഹ, ദുർജനങ്ങൾ, ദൃഷ്ട്വ, കണ്ടിട്ട്, ബഹ്വീഭി പരിഭൂതിഭി, പലതരത്തിലുള്ള അപമാനങ്ങളെ കൊണ്ട് പര്യഭവൻ, ദുഃഖിപ്പിച്ചു, വിഷമിപ്പിച്ചു. വളരെ വയസ്സായി, വിഷയവിരക്തി വന്നു, അപ്പം ദേഹശുദ്ധി പോലും ഇല്ലാതെയായി. അങ്ങനെയുള്ള ആ മലിനമായിരിക്കുന്ന വേഷവിധാനങ്ങളോട് കൂടിയിട്ടുള്ള ആ ബ്രാഹ്മണനെ ദുർജനങ്ങൾ അപമാനിച്ചു. നോക്കൂ, വിഷയവിരക്തനായ ശുദ്ധാന്തകർണനാണ് എന്ന് കാണുന്നവർക്ക് മനസ്സിലായില്ല. ആ രൂപത്തിലാണ് സഞ്ചരിച്ചത്. വളരെ ഗംഭീരമായിട്ടുള്ള വേഷഭൂഷാദികളോടുകൂടി നടന്നെങ്കിൽ ആളുകൾ അദ്ദേഹത്തെ പൂജിച്ചേനെ. ദൈവത്തിനെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ പറയില്ലേ, ആർക്കും തന്നെ അദ്ദേഹം ഒരു സജ്ജനമാണെന്ന് തോന്നിയില്ല. അത് ദുർജനങ്ങളുടെ സ്വഭാവമാണ്. അപമാനിച്ചവർ ദുർജനങ്ങളാണ്. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ തോന്നാതിരുന്നത്. വേഷത്തിലല്ല, ഉള്ളു കാണാനുള്ള മനസ്സ് അവർക്കില്ല. അതുകൊണ്ടാണ് കേജിൽ ത്രിവേണും ജഗൃഹുരേകേ പാത്രം കമണ്ഡലും പീഠം ചൈക യക്ഷസൂത്രം ച കന്ധാം ചീരാണി കേചന പ്രദായ ച പുനഃസ്ഥാനി ദർശിതാന്യത ദുർമുനെ അന്നം ഭൈക്ഷ്യസമ്പന്നം അന്നം ച ഭൈക്ഷ്യസമ്പന്നം ഭുഞ്ചാനസ്യ സരിത്തട. എങ്ങനെയൊക്കെയാണ് ഇദ്ദേഹത്തെ ഇവർ ഉപദ്രവിച്ചത്? ഭൈക്ഷ്യസമ്പന്നം, ഭിക്ഷയെടുത്ത് കിട്ടുന്ന അന്നം, ഭക്ഷണപദാർത്ഥത്തെ, സരിത്തടേ ഭുഞ്ചാനസ്യ, നദിയുടെ ആ സരസിൻ്റെ കരയിലിരുന്ന് കഴിക്കാൻ പുറപ്പെടുമ്പോൾ ആ മുനിയുടെ ത്രിവേണും, യോഗദണ്ഡത്തെ, കേച്ചിൽ ചില ആളുകൾ എടുക്കും, പാത്രം മറ്റു ചിലര് കമണ്ടലും എടുക്കും, മറ്റു ചിലരോ ആ മറ്റു പാത്രങ്ങൾ, പാത്രം ഏകേ കമണ്ടലും, പാത്രമെടുക്കും, കമണ്ടലും എടുക്കും, പീഠമെടുക്കും, അക്ഷസൂത്രം ജപമാല എടുക്കും, കന്ധാം തുണിക്കഷ്ണത്തെ എടുക്കും, ചീരാണി മരവുരി, കേചന വേറെ ചിലര്, ജഗൃഹു എടുത്തിട്ട്, പ്രദായ കൊടുത്തിട്ട്, പുനഃദർശിതാനി വീണ്ടും കാട്ടി അവയെ കൊടുക്കാതെ തിരിച്ചെടുക്കും. ഇങ്ങനെ കളിപ്പിക്കും എന്ന് തന്നെ. ദുർജനങ്ങൾ എങ്ങനെയൊക്കെ ഉപദ്രവിച്ചത്? ഒരു സ്ഥലത്തിരുന്ന് കിട്ടിയ ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു നദിയുടെ തീരം കണ്ടെത്തി കയ്യൊക്കെ കഴുകി വന്നിരുന്ന് കഴിക്കാൻ പുറപ്പെടുന്ന സമയത്ത് ചിലര് കയ്യിലുള്ള യോഗദണ്ഡ് എടുക്കും, ഇരിക്കാനുള്ള തോല്, ജപമാല, കമണ്ടലു, ഇങ്ങനെ ഓരോന്നും തട്ടിയെടുത്തിട്ട് അടുത്തുകൊണ്ടു ഇതാ വേണമെങ്കിൽ മേടിച്ചോ എന്നും പറഞ്ഞ് കയ്യിൽ കൊടുക്കും. വാങ്ങാൻ പുറപ്പെടുമ്പോൾ പിൻവലിയും. ഇങ്ങനെ പല രൂപത്തിൽ. ഇത് മാത്രോ മൂത്രയന്തി ച പാപിഷ്ഠ ഷ്ടീവന്തസ്യ ച മൂർധനി യതവാചം വാചയന്തി താടയന്തി ന വക്തി ചേൽ. പിന്നെന്തൊക്കെ ചെയ്യുന്ന പറഞ്ഞത്? പാപിഷ്ഠ മൂത്രയന്തി, മഹാപാപികൾ മൂത്രം ഒഴിക്കും. അസ്യ മൂർധനി ഷ്ടീവന്തി, ഇവൻ്റെ ഈ ബ്രാഹ്മണന്റെ തലയിൽ തുപ്പും. യതവാചം, വാക്കടക്കിയിരിക്കുകയാണ്. അപ്പോൾ അവനെ കൊണ്ട് സംസാരിപ്പിക്കും. ന വക്തി ചേൽ, സംസാരിക്കണില്ലെങ്കിലോ അടിക്കും. നോക്കൂ, മഹാസത്വാന്മാർ ഇത്തരത്തിൽ എന്തൊക്കെ വന്നാലും സഹിക്കണമെന്ന് കാണിക്കുകയാണ്. ഭക്ഷണത്തിൽ മൂത്രം ഒഴിക്കുക, തലയിൽ തുപ്പുക, ഒന്നും മിണ്ടാതിരിക്കുമ്പോൾ മിണ്ടാൻ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറയിപ്പിക്കുക. പറയണില്ല എന്നുണ്ടെങ്കിലോ കയ്യിലുള്ള ആ വടി തന്നെ എടുത്ത് അടിക്കുക. തർജയന്ത്യപരേ വാഗ്ഭി സ്തേനോയമിതി വാദിന
ബധ്നന്തി രജ്വാതം കേചിൽ ബധ്യതാം ബധ്യതാമിതി. അയം സ്തേനഃ, ഇവൻ കള്ളനാണ് എന്ന് വാദിനഃ പറയുന്ന അപരെ വേറെ ചിലർ വാഗ്ഭീ തം തർജയന്തി, അവിടെ വന്ന് പേടിപ്പിക്കും, നിന്നെ ഞങ്ങൾ അടിക്കും ഇടിക്കും എന്നൊക്കെ പറയുക, പേടിപ്പിക്കുക. ബധ്യതാം ബധ്യതാം, ഇവനെ പിടിച്ചു കെട്ടു എന്ന്. രജ്വാ ബധ്നന്തി, വലിയ കയറ് കൊണ്ടുവന്ന് കെട്ടിയിടും. ക്ഷിപന്ത്യേകേവ ജാനന്ത ഏഷാ ധർമ്മധ്വജ ശഠ ക്ഷീണവിത്ത ഇമാം വൃത്തിമഗ്രഹീൽ സ്വജനോജ്ജിത. ഏഷാ ധർമ്മധ്വജ, ഇവൻ ധർമ്മമുള്ളവനെ എന്ന് നടിക്കുകയാണ്. ശഠ, വഞ്ചകനാണിവൻ. ക്ഷീണവിത്ത, കയ്യില് മുതൽ നഷ്ടപ്പെട്ടപ്പോൾ ക്ഷയിച്ചപ്പോൾ സ്വജനോജ്ജിത, സ്വജനങ്ങളാൽ ഉപേക്ഷിക്കപ്പെട്ടിട്ട് ഇമാം അഗ്രഹീൽ, ഇപ്പം ഈ പുതിയ വേഷം കെട്ടി നടക്കുകയാണ്, ഭിക്ഷ ചോദിച്ച് നടക്കുക. അതുകൊണ്ട് ഏകെ മറ്റു ചില ആളുകൾ അങ്ങനെ അധിക്ഷേപിക്കുന്നു. ക്ഷിപന്തി അവജാനന്തെ, അപമാനിക്കുന്നു. ഇവൻ ലോകത്തെ വഞ്ചിച്ചവനാണ്, ഉള്ള കാലത്ത് ആർക്കും കൊടുത്തിട്ടില്ല. കയ്യിലുള്ള പണം തീർന്നപ്പോൾ ഇപ്പോൾ പുതിയ വേഷം കെട്ടുമായിട്ട് വന്നേക്കുകയാണ്. പണം മുഴുവൻ നശിച്ചു, ജനങ്ങളൊക്കെ ഉപേക്ഷിച്ചു. അതുകൊണ്ട് ഈ വേഷം കെട്ടി നടക്കുന്ന ഇവൻ എന്നൊക്കെ പറഞ്ഞ് അപമാനിക്കുകയും അതേപോലെ അധിക്ഷേപിക്കുകയൊക്കെ ചെയ്തുകൊണ്ടേയിരുന്നു. അഹോ ഏഷ മഹാസാരോ ധൃതിമാൻ ഗിരിരാടിവ മൗനേന സാധയത്യർത്ഥം ഭഗവൽ ദൃഢനിശ്ചയ. വേറെ ചിലർ പറയുകയാണ് ഏഷ മഹാസാര, ഇവൻ ഇങ്ങനെ വയസ്സനാണെന്നൊന്നും വിചാരിക്കണ്ട, അവൻ വലിയ ശക്തനാണ്. ഗിരിരാടിവ, ഏതുപോലെ പർവ്വതം പോലെ. ധൃതിമാൻ, ഉറപ്പുള്ളവൻ. ഭഗവൽ, കൊറ്റിയെപ്പോലെ ദൃഢനിശ്ചയ, ഉറച്ചവൻ. മൗനേന അർത്ഥം സാധയതി, ഒന്നും മിണ്ടാതിരുന്ന് തൻ്റെ കാര്യം സാധിപ്പിക്കാൻ വേണ്ടി ചെയ്യാണ് ഇവൻ. ഇവൻ നല്ല ശക്തിയുള്ളവനാണ്, പർവ്വതം പോലെ ഉറപ്പുള്ളവൻ. മത്സ്യം പിടിച്ച് കഴിയുന്ന കൊറ്റിയെപ്പോലെ ഇവൻ എന്തു ചെയ്യണു? ഒന്നും മിണ്ടാതിരിക്കണു. അവനവൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടിയാണ് ഇതൊക്കെ ഇവൻ ചെയ്യണത്. അതുകൊണ്ട് ഇവനെ പിടിച്ചു കെട്ടണം. ഇത്യേകേ വിഹസന്ധ്യേനം കേചിൽ ദുർവാതയന്തി ച തം ബബന്ധുർനിരുരുധുർ യഥാ ക്രീഡനകം ദ്വിജം. ഇതി ഏകേ ഏനം വിഹസന്തി, ഇങ്ങനെ ചിലർ ഇവനെ പരിഹസിക്കുന്നു. കേചിൽ ദുർവാതയന്തി ച, മറ്റു ചില ആളുകൾ ഇവൻ്റെ അടുത്ത് വന്നിട്ട് കീശ്വാസം വിടുന്നു. അഥോവായു തം ദ്വിജം, ആ ബ്രാഹ്മണനെ യഥാ ക്രീഡനകം, ഒരു കളിക്കോപ്പ് എന്നതുപോലെ ബബന്ധു, കെട്ടി, നിരുരുധു, തടയുകയും ചെയ്യും. നോക്കൂ, ചിലർ ചിരിക്കണു, മറ്റു ചിലർ വന്ന് ഇവൻ്റെ ദേഹത്തൊക്കെ വിശ്വാസം വിടുന്നു. കളിക്കോപ്പ് എന്നതുപോലെ ഇവനെ തടഞ്ഞു നിർത്തുക, കെട്ടിയിടുക, അടിക്കുക, അല്ലേ, താടയന്തി. ഇങ്ങനെ ഏവം സ ഭൗതികം ദുഃഖം ദൈവികം ദൈഹികം ചയൽ ഭോക്തവ്യമാത്മനോദിഷ്ടം പ്രാപ്തം പ്രാപ്തമബുദ്ധ്യത. ഇങ്ങനെ സ അവൻ ഭൗതികം, ഭൂതങ്ങളിൽ നിന്നുണ്ടായതും, ദൈഹികം, ദേഹസംബന്ധമായതും, ദൈവികം, ഈശ്വരിൽ നിന്നുണ്ടായതുമായ പ്രാപ്തം പ്രാപ്തം ഭോക്തവ്യം ദുഃഖം, വരുന്ന അനുഭവിക്കേണ്ടതായിട്ടുള്ള ദുഃഖത്തെ, പ്രാരബ്ധത്തെ ആത്മനഃ, ആത്മാവിൻ്റെ ദിഷ്ടം, പ്രാരബ്ധമായിട്ട് തിരിച്ചറിഞ്ഞു എന്നാണ്. ദുർജനങ്ങളിൽ നിന്നുണ്ടാകുന്ന അപമാനങ്ങളും പരിഹാസോക്തികളും ഇത്തരത്തിലുള്ള ദേഹ ദ്രോഹങ്ങളും ഒക്കെ തന്നെ, ഇതൊക്കെ തന്നെ ഇത് തൻ്റെ പ്രാരബ്ധമാണ്, ഇത് അനുഭവിക്കല്ലാതെ വേറൊരു നിവൃത്തിയില്ല എന്ന് ഉറച്ചതുകൊണ്ട്, എല്ലാം സഹിച്ചും കൊണ്ട് മനസ്സിന് ലവലേശം ചാഞ്ചല്യമില്ലാതെ, ഇളക്കമില്ലാതെ അവിടെ ഇരുന്നു. എല്ലാം അദ്ദേഹത്തിന് മനസ്സിലായി. കാലഭേദം കൊണ്ടുണ്ടാകുന്ന ശീതോഷ്ണാദികളായിട്ടുള്ള ദുഃഖങ്ങൾ, ദുർജനങ്ങളിൽ നിന്നുള്ള അപമാനം, ദേഹത്തു നിന്നുണ്ടാകുന്ന രോഗങ്ങൾ, ഇതൊന്നും അവർ നൽകുന്നതല്ല, മറിച്ച് നമ്മുടെ പ്രാരബ്ധമനുസരിച്ച് വന്നു ചേരുന്നതാണ് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. എന്നിട്ടോ പരിഭൂത ഇമാം ഗാഥാമഗായത നരാധമൈ പാതയദ്ഭി സ്വധർമ്മസ്ഥോ ധൃതിമാസ്ഥായ സാത്വികീം.
പാതയദ്ഭീ നരാധമൈ പരിഭൂത, തന്നെ വീഴ്ത്തുന്ന ആ ദുഷ്ടന്മാരാൽ പരിഭവിക്കപ്പെട്ട അവൻ, ആ ബ്രാഹ്മണൻ, സാത്വികീം ധൃതിയും, സത്വഗുണത്തിൽ നിന്നുണ്ടായിരുന്ന ധൈര്യത്തെ അവലംബിച്ചിട്ട്, ആസ്ഥായ സ്വധർമ്മസ്ഥ, സാത്വികമായ ബുദ്ധിയിൽ ഉറച്ച ധർമ്മത്തിൽ തന്നെ ഇരുന്നും കൊണ്ട്, ഇമാം ഗാഥാം അഗായത, ഈ ഒരു പാട്ട് പാടിയെന്ന്. ആത്മധ്യാനത്തിലിരിക്കുന്നവനെ ആ സ്ഥിതിയിൽ നിന്ന് തെറ്റിക്കാനാണ് ദുഷ്ടന്മാർ നോക്കുന്നത്. അതൊന്നും ഉണ്ടായില്ല, അതൊന്നും അദ്ദേഹത്തെ ബാധിച്ചതില്ല. സ്വധർമ്മത്തിൽ നിന്ന് തെറ്റാതെ ഉത്തമമായ ധൈര്യത്തോടു കൂടി അദ്ദേഹം ഒരു പാട്ടുപാടി എന്ന് പറയുന്നു. ധൃത്യായയാ ധാരയത്തെ മനഃപ്രാണേന്ദ്രിയക്രിയ യോഗേനാവ്യഭിചാരിണ്യ ധൃതി സാ പാർത്ഥ സാത്വികി. ഭഗവാൻ അർജുനന് ഭഗവത്ഗീതയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, വികാരം കൊണ്ട്, ഇപ്പോൾ മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും പ്രാണൻ്റെയും വികാരം കൊണ്ട് സകല വ്യാപാരങ്ങളെയും, അതുകൊണ്ടുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള പ്രവൃത്തികളെയും ആത്മയോഗത്തിൽ നിന്ന് തെറ്റാതെ ധരിക്കാൻ മാത്രം ദൃഢമായ ഒരു ഭാവനയുണ്ടെങ്കിൽ അതാണ് സാത്വികീ ധൃതി എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആ സാത്വികമായ ധൈര്യത്തിൽ നിന്ന്, ധൃതിയിൽ നിന്ന്, ആ ബുദ്ധിയിൽ നിന്ന് അദ്ദേഹം വളരെ വിശേഷമായിട്ടുള്ള ഒരു പാട്ടുപാടി എന്ന് പറയുന്നു. ഇമാം ഗാഥാമഗായത, ഇങ്ങനെ ഒരു പാട്ട് പാടി. ആ പാട്ടാണ് 43 ശ്ലോകം മുതൽ നമുക്ക് അനുസ്മരിക്കാനുള്ളത്. അതാണ് ദ്വിജഗീത എന്നുള്ളത്. ആ ഭാഗം നമുക്ക് നാളെ അനുസ്മരിക്കാം. ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഞങ്ങൾ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം
പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ
മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.